ലോകത്തിലെ ഏറ്റവും മഹത്തായ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിൽ ഒന്നായി നമ്മൾ കണ്ടിരുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അത് മറ്റാരുമല്ല, ലോകത്തിന്റെ ആകാശങ്ങൾക്ക് ചിറക് നൽകിയ ബോയിങ് ആണ്. ഒരു കാലത്ത് എഞ്ചിനീയർമാർ ഭരിക്കുന്ന കമ്പനി എന്നായിരുന്നു ബോയിങ് അറിയപ്പെട്ടിരുന്നത്. സുരക്ഷയും ഗുണമേന്മയും സാങ്കേതിക പൂർണ്ണതയുമായിരുന്നു അവരുടെ മുദ്രാവാക്യം. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബോയിങ്ങിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് മികവിന്റെ ചിത്രങ്ങളല്ല, മറിച്ച് ദുരന്തങ്ങളുടെയും തകർന്നു വീണ വിമാനങ്ങളുടെയും അൺസാറ്റിസ്ഫൈഡ് ഉപഭോക്താക്കളുടെയും ചിത്രങ്ങളാണ്. ലാഭത്തിന് വേണ്ടി സുരക്ഷയെ ബലി കൊടുത്ത ഒരു കോർപ്പറേറ്റ് സംസ്കാരം എങ്ങനെയാണ് ഒരു ലോകോത്തര സ്ഥാപനത്തെ തകർത്തത് എന്നതിന്റെ കഥയാണിത്. ഈ വിഷയം നമുക്ക് വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകൾ വെച്ച് ആഴത്തിൽ പരിശോധിക്കാം. ബോയിങ്ങിന്റെ കഥ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ കോർപ്പറേറ്റ് സംസ്കാരത്തിൽ എവിടെയാണ് മാറ്റം വന്നതെന്ന് അറിയണം. ആദ്യകാലങ്ങളിൽ ബോയിങ് ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയായിരുന്നു. ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ 1990കളിൽ ഈ ലക്ഷ്യത്തിന് മാറ്റം വന്നു. 1997ലെ മക്ഡൊണാൾഡ് ഡഗ്ലസുമായുള്ള ലയനമാണ് ബോയിങ്ങിന്റെ തകർച്ചയുടെ പ്രധാന വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നത്. മക്ഡൊണാൾഡ് ഡഗ്ലസ് ഒരു സാമ്പത്തികപരമായി ചിന്തിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. ഈ ലയനത്തിന് ശേഷം ബോയിങ്ങിന്റെ പരമ്പരാഗത എഞ്ചിനീയറിംഗ് ഫസ്റ്റ് എന്ന സംസ്കാരം മാറി ഫിനാൻസ് ഫസ്റ്റ് എന്ന പുതിയ കാഴ്ചപ്പാട് കമ്പനിയുടെ മുകളിൽ സ്ഥാനം പിടിച്ചു. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല. എഞ്ചിനീയർമാർക്ക് പകരം ധനകാര്യ വിദഗ്ധരും ബിസിനസ് മാനേജർമാരും കമ്പനിയുടെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. എഞ്ചിനീയർമാരുടെ സുരക്ഷാ നിർദ്ദേശങ്ങളെക്കാൾ മുൻതൂക്കം ലഭിച്ചത് ഓഹരി ഉടമകൾക്ക് കൂടുതൽ ലാഭം എങ്ങനെ നൽകാം എന്നതിനായിരുന്നു. ഉൽപാദന ചെലവ് കുറയ്ക്കുക, ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിപണിയിൽ എത്തിക്കുക, ഓഹരി വില വർദ്ധിപ്പിക്കുക എന്നിവ പുതിയ ലക്ഷ്യങ്ങളായി മാറി. 2013 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ബോയിങ് $41.5 ബില്യൺ തുക ഓഹരികൾ തിരികെ വാങ്ങാനായി ചെലവഴിച്ചു. ഇതെന്തിനാണ് ചെയ്തത്? ഓഹരി വില കൃത്രിമമായി വർദ്ധിപ്പിക്കാൻ. ഈ പണം യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗിലോ ഗുണനിലവാര നിയന്ത്രണത്തിലോ പുതിയ വിമാനങ്ങളുടെ ഗവേഷണത്തിലോ ആണ് നിക്ഷേപിക്കേണ്ടിയിരുന്നത്. യൂറോപ്യൻ എതിരാളിയായ എയർബസ് വിൽപ്പനയുടെ 4%-ലധികം ഗവേഷണത്തിനായി ചെലവഴിച്ചപ്പോൾ ബോയിങ്ങിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽപ്പനയുടെ 2%-ൽ താഴെയായി കുറഞ്ഞു. ഇത് വ്യക്തമാക്കുന്നത് കമ്പനിയുടെ ശ്രദ്ധ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് മാറി പണം അമ്മാനമാടുന്നതിലേക്ക് കേന്ദ്രീകരിച്ചു എന്നാണ്. ഈ കാലഘട്ടത്തിൽ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഓഹരി ഗ്രാന്റുകളിലൂടെ കോടിക്കണക്കിന് ഡോളർ സമ്പാദിച്ചു. ഇത് മാനേജ്മെന്റിന് ലാഭം വർദ്ധിപ്പിക്കാനുള്ള സമ്മർദ്ദം കൂട്ടുകയും സുരക്ഷാപരമായ വിട്ടുവീഴ്ചകൾക്ക് കാരണമാകുകയും ചെയ്തു. ബോയിങ്ങിന്റെ ഈ പുതിയ കോർപ്പറേറ്റ് സംസ്കാരം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് 2018ലും 2019ലും ഉണ്ടായ 2 വിമാന ദുരന്തങ്ങളാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്ന് പറന്നുയർന്ന ഉടൻ ലയൺ എയർ 610 ജാവ കടലിൽ തകർന്നു വീണു. 189 പേരാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ടത്. ഇതിന് പിന്നാലെ വെറും 5 മാസങ്ങൾക്ക് ശേഷം എത്യോപ്യൻ എയർലൈൻസിന്റെ 302 വിമാനം അഡിസ് അബാബയിൽ നിന്ന് പറന്നുയർന്ന ശേഷം തകർന്നു വീണു. 157 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ 2 വിമാനങ്ങളും ബോയിങ്ങിന്റെ പുതിയ മോഡലായ 737 മാക്സ് ആയിരുന്നു. ദുരന്തങ്ങളുടെ കാരണം അന്വേഷിച്ചപ്പോൾ ഒരു പ്രത്യേക ഫ്ലൈറ്റ് കൺട്രോൾ സോഫ്റ്റ്വെയർ ആയ മാനൂവറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെന്റേഷൻ സിസ്റ്റം MCAS ആണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് കണ്ടെത്തി. എന്താണ് MCAS? എയർബസുമായി മത്സരിക്കാൻ വേണ്ടി ബോയിങ്ങിന് വേഗത്തിൽ ഒരു പുതിയ വിമാനം ആവശ്യമായിരുന്നു. നിലവിലുള്ള 737 മോഡലിന് പുതിയ വലിയ എഞ്ചിനുകൾ വെച്ചാണ് 737 മാക്സ് നിർമ്മിച്ചത്. എന്നാൽ വലിയ എഞ്ചിനുകൾ വിമാനത്തിന്റെ രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരുത്തി. ഇത് വിമാനം പറന്നുയരുമ്പോൾ അതിന്റെ നോസ് അമിതമായി ഉയർത്താൻ സാധ്യതയുണ്ടായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനാണ് MCAS സോഫ്റ്റ്വെയർ രഹസ്യമായി ഉൾപ്പെടുത്തിയത്. MCASന്റെ പ്രവർത്തനം ലളിതമായി പൈലറ്റുമാർക്ക് വിശദീകരിക്കാനോ അതിനുള്ള പരിശീലനം നൽകാനോ ബോയിങ് തയ്യാറായില്ല. കാരണം അങ്ങനെ ചെയ്താൽ പുതിയ വിമാനത്തിന് കൂടുതൽ പൈലറ്റ് പരിശീലനം ആവശ്യമായി വരും. ഇത് വിപണിയിൽ വിമാനത്തിന് ആവശ്യക്കാർ കുറയ്ക്കും. ബോയിങ്ങിന്റെ 2 പൈലറ്റുമാർ MCASനെ കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരോട് കള്ളം പറഞ്ഞു. സുരക്ഷാ പ്രശ്നങ്ങളെ മറച്ചുവെച്ച് ഉൽപ്പന്നം വേഗത്തിൽ വിപണിയിൽ എത്തിക്കാൻ ശ്രമിച്ചതിലൂടെ ബോയിങ് തന്റെ ജീവഹാനി ഉണ്ടാക്കുന്ന സാമ്പത്തിക താൽപര്യം നടപ്പിലാക്കി. 737 മാക്സ് ദുരന്തങ്ങൾക്ക് ശേഷം ബോയിങ് സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ അതിന് വിരുദ്ധമായിരുന്നു. കമ്പനിയുടെ ഉന്നത മാനേജ്മെന്റ് പ്രൊഡക്ഷൻ ഡെഡ്ലൈൻസ് പാലിക്കുന്നതിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടത്ര സമയം നൽകിയില്ല. ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം പുറത്തിറക്കാൻ കമ്പനി സമ്മർദ്ദം ചെലുത്തി. 2018ൽ ലയൺ എയർ അപകടത്തിന് ഏകദേശം 5 മാസം മുൻപ് പ്രൊഡക്ഷൻ ലൈനിലെ ഒരു സീനിയർ മാനേജറായിരുന്ന എഡ് പിയേഴ്സൺ 737 പ്രോഗ്രാം മേധാവിക്ക് ഒരു ഇമെയിൽ അയച്ചു. അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് പുതിയ വിമാനങ്ങൾ തിരക്കിട്ട് നിർമ്മിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ്. I know how dangerous even the smallest of defects can be to the safety of an airplane. Frankly, right now, all my internal warning bells are going off. And for the first time in my life, I am sorry to say that I am hesitant about putting my family on a Boeing airplane. ചെറിയ തകരാറുകൾ പോലും വിമാനത്തിന്റെ സുരക്ഷയ്ക്ക് എത്രത്തോളം അപകടകരമാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ എന്റെ എല്ലാ ഇന്റേണൽ വാർണിംഗ് ബെൽസും മുഴങ്ങുകയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായി എന്റെ കുടുംബത്തെ ഒരു ബോയിങ് വിമാനത്തിൽ കയറ്റാൻ ഞാൻ മടിക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്നാൽ ഈ മുന്നറിയിപ്പ് അവഗണിക്കപ്പെട്ടു. ബോയിങ് ബോർഡ് ഓഫ് ഡയറക്ടർമാർക്ക് വിമാന സുരക്ഷാ മേൽനോട്ടത്തിനായി പ്രത്യേക സമിതികൾ ഉണ്ടായിരുന്നില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ പതിവായി ചർച്ച ചെയ്യുകയോ നിരീക്ഷിക്കുകയോ ചെയ്തില്ല.
ജീവനക്കാർ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് നൽകിയ പരാതികളെക്കുറിച്ച് ബോർഡ് അറിഞ്ഞതേയില്ല. ബോയിങ്ങിന്റെ ആഭ്യന്തര ഓഡിറ്റർമാർ പോലും സുരക്ഷാപരമായ ഓഡിറ്റുകൾ വേണ്ടത്ര നടത്താതെ FAAയുടെ പരിശോധനകളെ മാത്രം ആശ്രയിച്ചു. ഉന്നത തലത്തിൽ സുരക്ഷയുടെ പൂർണ്ണമായ അവഗണനയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഒരു കമ്പനിയിൽ സേഫ്റ്റി കൾച്ചർ തകരുമ്പോൾ ആദ്യം പ്രതികരിക്കുന്നത് ജീവനക്കാരാണ്. അവർ നൽകുന്ന മുന്നറിയിപ്പുകൾ കമ്പനിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ബോയിങ്ങിൽ ഈ വിസിൽ ബ്ലോവർമാർക്ക് നേരിടേണ്ടി വന്നത് പ്രതികാര നടപടികളാണ്. ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ട് പ്രകാരം 2020 മുതൽ ബോയിങ്ങിനെതിരെ 32 വിസിൽ ബ്ലോവർ പരാതികൾ ലഭിച്ചു. വിസിൽ ബ്ലോവർമാർക്കെതിരെ ബോയിങ് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന പ്രതികാര നടപടികളുടെ വ്യാപ്തിയിലേക്ക് ഈ കണക്കുകൾ വെളിച്ചം വീശുന്നു. ബോയിങ്ങിലെ മുൻ ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ ആയിരുന്ന ജോൺ ബാർണറ്റ് ഒരു മെയിൻ വിസിൽ ബ്ലോവർ ആയിരുന്നു. ഉൽപാദന ലൈനിലെ ഗുരുതരമായ സുരക്ഷാ ലംഘനങ്ങളെക്കുറിച്ച് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചു. തന്റെ കരിയറും പ്രശസ്തിയും കമ്പനി മനഃപൂർവ്വം നശിപ്പിച്ചെന്ന് അദ്ദേഹം നിയമ നടപടിയിലൂടെ തെളിയിക്കാൻ ശ്രമിച്ചു. എന്നാൽ 2024 മാർച്ചിൽ കേസിന്റെ ഭാഗമായി മൊഴി നൽകാനിരിക്കെ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇത് ആത്മഹത്യയായിട്ടാണ് കണക്കാക്കപ്പെട്ടതെങ്കിലും ഈ സംഭവം കമ്പനിയുടെ പ്രതികാര നടപടികൾ എത്രത്തോളം ഭീകരമായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. 2024 ജൂണിൽ ബോയിങ്ങിലെ ക്വാളിറ്റി അഷുറൻസ് ഇൻവെസ്റ്റിഗേറ്ററായ സാം മൊഹാക്ക് കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി. 737 പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കേടായ 100 കണക്കിന് ഭാഗങ്ങൾ കണക്കിലില്ലാതെ പോകുന്നുണ്ടായിരുന്നു എന്നും ഇവയിൽ പലതും നിയമവിരുദ്ധമായി വിമാനങ്ങളിൽ സ്ഥാപിച്ചിരുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. റെക്കോർഡുകളിൽ നിന്നുള്ള ഈ പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളെ മറച്ചുവെക്കാൻ തന്നോട് മേലുദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. ലാഭത്തിന് മുൻഗണന നൽകുന്ന ഈ സംസ്കാരം തുടരുകയാണ്. ഇത് പരിധികൾ ലംഘിക്കുകയും തൊഴിലാളികളെ അവഗണിക്കുകയും ചെയ്യുന്നു. സംസാരിക്കുന്നവർ നിശബ്ദരാക്കപ്പെടുന്നു. അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരുടെ മേൽ പഴികൾ കെട്ടിവെക്കുന്നു. അടിമപ്പെടാത്തവർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരമാണിത്. ഇതാണ് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്റൽ പ്രസ്താവിച്ചത്. 737 മാക്സ് ദുരന്തങ്ങൾക്ക് ശേഷം സുരക്ഷ മെച്ചപ്പെടുത്തുമെന്ന് ബോയിങ് ഉറപ്പ് നൽകിയിട്ടും 2024 ജനുവരി 5-ന് അലാസ്ക എയർലൈൻസിന്റെ 737 മാക്സ് 9 വിമാനത്തിൽ നടന്ന ഡോർ പ്ലഗ് ഊരിത്തെറിച്ച സംഭവം കമ്പനിയിൽ യാതൊരു മാറ്റവും വന്നില്ല എന്നതിന്റെ തെളിവായി. വിമാനം പറന്നുയരുമ്പോൾ ഒരു യാത്രക്കാരന്റെ തൊട്ടടുത്തുള്ള ഡോർ പ്ലഗ് പൊട്ടിത്തെറിക്കുകയും വിമാനത്തിൽ ഒരു വലിയ ദ്വാരം ഉണ്ടാവുകയും ചെയ്തു. ഭാഗ്യവശാൽ ആളപായം ഉണ്ടായില്ല. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് നടത്തിയ അന്വേഷണത്തിൽ ഈ വാതിൽ പ്ലഗ് ഉറപ്പിക്കേണ്ട 4 പ്രധാന ബോൾട്ടുകൾ ഫാക്ടറിയിൽ നിന്ന് വിമാനം പുറത്തിറങ്ങുമ്പോൾ അതിൽ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തി. സ്പിരിറ്റ് എയറോ സിസ്റ്റംസ് എന്ന വിതരണക്കാരുടെ പക്കൽ നിന്ന് വന്ന ഒരു തകരാറുള്ള ഭാഗം ശരിയാക്കാനാണ് ഡോർ പ്ലഗ് നീക്കം ചെയ്യുകയും പിന്നീട് ബോൾട്ടുകൾ തിരികെ സ്ഥാപിക്കാൻ മറക്കുകയും ചെയ്തതാണ് ഈ അപകടത്തിന് കാരണം. ഈ സംഭവത്തെ തുടർന്ന് FAA നടത്തിയ 6 ആഴ്ചത്തെ ഓഡിറ്റിൽ ബോയിങ്ങിന്റെ നിർമ്മാണ പ്രക്രിയകളിൽ 89 പരിശോധനകളിൽ 33 എണ്ണത്തിലും കമ്പനി പരാജയപ്പെട്ടു. മിക്ക പരാജയങ്ങളും ഗുണനിലവാര നിയന്ത്രണത്തിലെ പിഴവുകൾ കാരണമായിരുന്നു. FAA അഡ്മിനിസ്ട്രേറ്റർ മൈക്കിൾ വിറ്റേക്കർ അഭിപ്രായപ്പെട്ടത് ബോയിങ് അതിന്റെ സേഫ്റ്റി കൾച്ചറിൽ മാറ്റം വരുത്തി നിലവാരം ഉറപ്പുവരുത്തുന്നതിലും ഉൽപാദന പ്രശ്നങ്ങളിലും സമഗ്രമായ ശ്രദ്ധ നൽകണം എന്നാണ്. ഉന്നത മാനേജ്മെന്റും അസംബ്ലി തൊഴിലാളികളും തമ്മിലുള്ള ഡിസ്കണക്ഷൻ ഈ പരാജയങ്ങൾക്ക് ഒരു പ്രധാന കാരണമായി FAA പാനൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. തുടർച്ചയായ ദുരന്തങ്ങളെ തുടർന്ന് ബോയിങ് നിയമപരമായ നടപടികളുടെയും ശിക്ഷാവിധികളുടെയും നടുവിലാണ്. 737 മാക്സ് വിമാനങ്ങളുടെ 2 അപകടങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ കബളിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് ബോയിങ് ക്രിമിനൽ തട്ടിപ്പ് കേസിൽ കുറ്റസമ്മതം നടത്താൻ സമ്മതിച്ചു. 2024 ജൂലൈയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം $487 മില്യൺ വരെ പിഴയടയ്ക്കാൻ കമ്പനി സമ്മതിച്ചു. 2021 ജനുവരിയിൽ ബോയിങ് ഒരു ഡിഫേർഡ് പ്രോസിക്യൂഷൻ എഗ്രിമെന്റ് ഒപ്പിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി $2.5 ബില്യൺ പിഴ, എയർലൈൻസ് ഉപഭോക്താക്കളുടെ നഷ്ടപരിഹാരം, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള ഫണ്ട് ഉൾപ്പെടെ നൽകാൻ സമ്മതിച്ചു. എന്നാൽ 2024 മെയ് മാസത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനുമുള്ള കംപ്ലയൻസ് ആൻഡ് എത്തിക്സ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടതിലൂടെ ബോയിങ് ഈ കരാർ ലംഘിച്ചതായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് കോടതിയെ അറിയിച്ചു. ക്രിമിനൽ നടപടികൾ ഒഴിവാക്കാൻ നൽകിയ കരാർ ലംഘിച്ചതോടെ ബോയിങ് ഇപ്പോൾ ക്രിമിനൽ പ്രോസിക്യൂഷന് വീണ്ടും വിധേയമാവാനുള്ള സാധ്യതയുണ്ട്. വിമാന അപകടങ്ങളിൽ മരണപ്പെട്ട 346 പേരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ട $24.8 ബില്യൺ വളരെ ചെറിയൊരു അംശം മാത്രമായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഏർപ്പെടുത്തിയ പിഴകൾ. ഈ പിഴകൾ ഇരകളുടെ കുടുംബങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല. എന്നിരുന്നാലും ഒരു ഇൻഡിപെൻഡന്റ് മോണിറ്ററിന്റെ മേൽനോട്ടത്തിൽ സുരക്ഷാ നടപടികൾ മെച്ചപ്പെടുത്താൻ ബോയിങ്ങിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോയിങ്ങിന്റെ ഈ കഥ കേവലം ഒരു കമ്പനിയുടെ തകർച്ചയുടെ കഥ മാത്രമല്ല, കോർപ്പറേറ്റ് ധാർമ്മികതയുടെയും സുരക്ഷാ സംസ്കാരത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു പാഠപുസ്തകമാണ്. മികച്ച എഞ്ചിനീയറിംഗ് പൈതൃകമുള്ള ഒരു സ്ഥാപനം ഉന്നത മാനേജ്മെന്റിന്റെ ഹ്രസ്വകാല ലാഭേച്ഛകൾക്കും ഓഹരി ഉടമകളെ തൃപ്തിപ്പെടുത്താനുള്ള തിടുക്കത്തിനും അടിമപ്പെട്ടപ്പോൾ സംഭവിച്ച ദുരന്തമാണിത്. ലാഭം സുപ്രധാനമാണ്, എന്നാൽ ഒരു വിമാന നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയാണ് പരമമായ ധാർമ്മിക ഉത്തരവാദിത്തം. വാക്കുകളിൽ സുരക്ഷ പറയുമ്പോഴും പ്രവൃത്തിയിൽ ലാഭം മാത്രം പിന്തുടർന്നതാണ് ബോയിങ്ങിന്റെ വീഴ്ചയ്ക്ക് കാരണം.
ഈ പാഠം എല്ലാ വ്യവസായങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ആത്മാവിനെ കവച്ചു വെക്കുമ്പോൾ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് നിരപരാധികളായ സാധാരണക്കാരാണ്. ബോയിങ്ങിന് അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരാൻ കഴിയുമോ? എങ്കിൽ അത് പുതിയ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയല്ല, മറിച്ച് തകർന്ന സുരക്ഷാ സംസ്കാരത്തെ അടിമുടി മാറ്റി എഴുതുന്നതിലൂടെ മാത്രമായിരിക്കും. സുരക്ഷയാണ് ഒന്നാമത്തേത് എന്ന ബോധ്യം ഓരോ ജീവനക്കാരന്റെയും മനസ്സിൽ ഉറപ്പിക്കാൻ ബോയിങ്ങിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.